ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ മുതലെടുക്കുന്നതെന്ന്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ? നോ പറയാൻ കഴിയാതെ ഉള്ളിൽ കുറ്റബോധം പേറി സമ്മർദ്ദത്തിലാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അധികം നല്ലവരായ ഒരു വ്യക്തിയാകാം. ഇത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ലോകം നിങ്ങളുടെ ദയയെ ബഹുമാനിക്കുന്നതിനു പകരം അത് നിങ്ങളുടെ ദൗർബല്യമായി കാണാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ ആളുകൾ നിങ്ങളെ മുതലെടുക്കുന്നത് തടയാനും നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനും സഹായിക്കുന്ന നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, ബോധമില്ലാതെ നോ പറയുക. നമുക്ക് നോ പറയാൻ ഭയമാണ്. കാരണം നോ പറഞ്ഞാൽ ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുമോ അല്ലെങ്കിൽ സ്നേഹം കുറയുമോ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ സമയവും ഊർജവും നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ഒരാവശ്യം വരുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുക. ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം നൽകും. നോ പറയുമ്പോൾ ഒരിക്കലും ഒരു വലിയ വിശദീകരണം നൽകേണ്ടതില്ല. ഇപ്പോൾ എനിക്ക് കഴിയില്ല, എന്റെ മറ്റു കാര്യങ്ങൾ തീർക്കേണ്ടതുണ്ട് എന്ന് ഉറച്ച സ്വരത്തിൽ പറയുക. ഒരു നോ നിങ്ങളുടെ ബന്ധത്തെ തകർക്കുമെങ്കിൽ അത് ആരോഗ്യകരമായ ഒരു ബന്ധമല്ല. രണ്ടാമത്തെ കാര്യം, ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുക. അതിരുകൾ എന്നാൽ ആളുകളെ അകറ്റി നിർത്തുക എന്നല്ല, നിങ്ങളുടെ സ്വയം ബഹുമാനത്തെ സംരക്ഷിക്കുക എന്നാണ്. നിങ്ങൾ എവിടെയാണ് അവസാനിക്കുന്നതെന്നും മറ്റൊരാൾ എവിടെയാണ് തുടങ്ങുന്നതെന്നും നിങ്ങൾ വ്യക്തമാക്കണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് ഒരുപാട് തവണ തമാശ രൂപേണ മോശം പേരുകൾ വിളിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അവരോട് ശാന്തമായി ഇങ്ങനെ പറയണം: ഈ വാക്ക് എനിക്ക് ഇഷ്ടമല്ല, ഇനി എന്നോട് ഇത് പറയരുത്. അതിരുകൾ നിശ്ചയിച്ചാൽ മാത്രം പോരാ, ആ അതിരുകൾ ലംഘിക്കുമ്പോൾ ഉണ്ടാകുന്ന അനന്തരഫലങ്ങളെ കുറിച്ചും ആളുകൾക്ക് ബോധം നൽകണം. നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ മാത്രമാണ് മറ്റൊരാൾ അതിനെ ബഹുമാനിക്കാൻ പഠിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്വന്തം വാല്യൂ അഥവാ സെൽഫ് വർത്ത് തിരിച്ചറിയുക. ആളുകൾ നിങ്ങളെ മുതലെടുക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം മറ്റൊരാൾക്ക് അംഗീകാരം നൽകാൻ നിങ്ങൾ സ്വയം വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിലൂടെ അല്ല, നിങ്ങളുടെ സ്വന്തം നേട്ടങ്ങളിലൂടെയും സ്വഭാവങ്ങളിലൂടെയുമാണ് നിങ്ങളുടെ മൂല്യം തീരുമാനിക്കേണ്ടത്. ഒരു ദിവസം 10 മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെക്കുക. അത് വ്യായാമം ചെയ്യാനാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനാകാം. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ ഉറപ്പു നൽകുന്നു. നിങ്ങളുടെ ചെറിയ വിജയങ്ങളെ പോലും അഭിനന്ദിക്കുക. മറ്റൊരാൾ അഭിനന്ദിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ വിലമതിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരും. ആത്മവിശ്വാസമുള്ള ഒരാളെ മുതലെടുക്കാൻ ആർക്കും എളുപ്പത്തിൽ കഴിയില്ല. നല്ലവനായി ഇരിക്കുന്നതിനും ദുർബലനായി ഇരിക്കുന്നതിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ദയയുള്ളവരായിരിക്കുക, പക്ഷേ അതോടൊപ്പം വിവേകമുള്ളവരായിരിക്കുക. നിങ്ങളുടെ മാനസിക ആരോഗ്യവും സന്തോഷവുമാണ് ഏറ്റവും വലുത്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ കൂടുതൽ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക.